ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന നിർമ്മാതാവിൻ്റെ പ്രസ്താവന ചർച്ചയാകുന്നു. നവവധുവിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ വിവാഹ ദിവസം മോഷണം പോയതായി പരാതി. കത്തികാട്ടി മോഷണം പതിവാക്കിയ സംഘത്തിലെ മുഴുവൻ പ്രതികളും പിടിയിൽ. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. പ്രമുഖ നിർമ്മാതാവിൻ്റെ തുറന്നു പറച്ചിൽ മലയാള സിനിമയിൽ വലിയ ചർച്ചയ്ക്ക് തിരികൊളുത്തി കഴിഞ്ഞു. ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രസ്താവനയാണ് ചർച്ചയായി കഴിഞ്ഞത്. ഇനിയും അത് ആവർത്തിച്ചാൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുമെന്നും ലിസ്റ്റിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ ഭാഗമായി നടന്ന പരിപാടിയിലാണ് ആരുടെയും പേര് പരാമർശിക്കാതെയുള്ള ഈ പ്രസ്താവന. ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയതാണ്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കാണ്. സോ അതൊരു വേണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു. ആരുടെയും പേര് പറയാത്തത് കൊണ്ട് തന്നെ പല അഭ്യൂഹങ്ങളും പരക്കുകയാണ്. പറഞ്ഞതിൽ കൂടുതൽ വ്യക്തത വരുത്താനുള്ള പ്രതികരണത്തിന് ലിസ്റ്റിൻ സ്റ്റീഫൻ തയ്യാറായിട്ടില്ല. ദിലീപിന്റെ 150ാമത് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒഫീഷ്യൽ ലോഞ്ചിനിടെയാണ് ലിസ്റ്റിന്റെ പരാമർശങ്ങൾ. മലയാള സിനിമയിലെ ചില അനാരോഗ്യകരമായ പ്രവണതകൾ ചൂണ്ടിക്കാണിക്കുകയായിരുന്നെന്നാണ് കരുതുന്നത്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ബിൻഡോ സ്റ്റീഫനാണ്. ദിലീപിന്റെ 150ാമത് ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ജനം, കൊച്ചി. കണ്ണൂർ കരിവെള്ളൂരിൽ നവവധുവിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ വിവാഹ ദിവസം മോഷണം പോയെന്ന പരാതി. വിവാഹ ദിവസം നവവധു ഭർത്തൃവീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ച 30 പവന്റെ സ്വർണം മോഷണം പോയെന്നാണ് പരാതി. നവവധുവിൻ്റെ പരാതിയിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു കരിവെള്ളൂരിലെ അർജുന്റെയും ആർച്ചയുടെയും വിവാഹം. അന്ന് വൈകിട്ട് 6 മണിയോടെ ഭർത്താവിന്റെ വീടിന്റെ 1ാം നിലയിലുള്ള കിടപ്പുമുറിയിലെ അലമാരയിൽ ആർച്ച സ്വർണം അഴിച്ചുവെക്കുകയും ചെയ്തു. 30 പവനോളം ആഭരണങ്ങളാണ് അലമാരയിൽ സൂക്ഷിച്ചു വെച്ചത്. ഇന്നലെ രാത്രി 9 മണിയോടെ അലമാരയിൽ നോക്കിയപ്പോഴാണ് സ്വർണം മോഷണം പോയതായി കണ്ടെത്തിയത്. ഉടൻ തന്നെ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ആർച്ചയുടെ പരാതിയിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. 1-ാം തീയതി വൈകിട്ട് 6-നും 2-ന് രാത്രി 9-നും ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നതെന്നാണ് സൂചന. മോഷണം നടന്ന വീട്ടിൽ കണ്ണൂരിൽ നിന്നും ഫോറൻസിക് വിഭാഗം എത്തി തെളിവെടുത്തു. ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. ജനം, കണ്ണൂർ. തമിഴ്നാട് തേനി ജില്ലയിലെ ഉത്തമപാളയത്ത് അയൽവാസികളുടെ അടിയേറ്റ് 55-കാരനും ഭാര്യാപിതാവും കൊല്ലപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട അയൽവാസിയായ സൈനികനെയും മാതാപിതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരു കൂട്ടരും തമ്മിൽ ഭൂമിയെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. തേനിയിലെ ഹനുമന്തൻപട്ടി ക്ഷേത്രത്തിന് സമീപത്താണ് സംഭവം നടന്നത്. കൊല്ലപ്പെട്ട സുന്ദറും ഭാര്യ സുധയും മകനും താമസിക്കുന്നത് ക്ഷേത്രത്തോട് ചേർന്നാണ്. ഇവരുടെ അയൽവാസിയായ രാജേന്ദ്രന്റെ കുടുംബവുമായി വീടിനോട് ചേർന്നുള്ള ചെറിയ സ്ഥലത്തെ ചൊല്ലി തർക്കം നിലനിന്നിരുന്നു. കരസേനയിൽ സേവനമനുഷ്ഠിക്കുന്ന രാജേന്ദ്രന്റെ മകൻ പാർത്ഥിപൻ കഴിഞ്ഞ ദിവസം അവധിക്ക് നാട്ടിലെത്തി. ഇന്നലെ സുന്ദറിന്റെ ഭാര്യാപിതാവ് മുത്തുമായനും ഇവിടെ എത്തി. പിന്നീട് ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് 2 കുടുംബങ്ങളും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു. ഇതിനിടെ രാജേന്ദ്രനും ഭാര്യ വിജയയും പാർത്ഥിപനും ചേർന്ന് സുന്ദറിനെയും മുത്തുമായനെയും സുധിയെയും ആക്രമിച്ചു. പാർത്ഥിപന്റെ വെട്ടേറ്റ് മുത്തുമായൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സുന്ദറിനെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു. രാജേന്ദ്രനും പാർത്ഥിപനും വിജയിക്കും പരിക്കേറ്റിട്ടുണ്ടെങ്കിലും ഗുരുതരമല്ല. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെയും ഉത്തമപാളയം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ സുധ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജനം, ഇടുക്കി. കോഴിക്കോട് കൊടുവള്ളിയിൽ രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 5 കോടിയിലധികം രൂപ പിടികൂടി.
കർണാടക സ്വദേശികളായ രാഘവേന്ദ്ര, നിജിൽ അഹമ്മദ് എന്നിവരിൽ നിന്നാണ് കൊടുവള്ളി പോലീസ് പണം പിടികൂടിയത്. കാറിൽ കടത്തുകയായിരുന്ന 5 കോടിയിലധികം രൂപയാണ് കൊടുവള്ളി പോലീസ് പിടികൂടിയത്. 6 രഹസ്യാറ നിർമ്മിച്ച് ഇതിൽ പണം നിറച്ച് കടത്താൻ ശ്രമിക്കുകയായിരുന്നു. എലൈറ്റിൽ വട്ടോളിയിൽ മയക്കുമരുന്ന് പരിശോധനയ്ക്കായി പുറപ്പെട്ട പോലീസ് സംഘമാണ് സംശയകരമായ സാഹചര്യത്തിൽ നിർത്തിയിട്ട വാഹനം പരിശോധിച്ചത്. ഇതിൽ നിന്നാണ് ആദ്യം 4 കോടി രൂപ കണ്ടെടുത്തത്. തുടർന്ന് വിശദമായി നടത്തിയ പരിശോധനയിൽ 1 കോടിയിലധികം രൂപ കൂടി കണ്ടെടുക്കുകയായിരുന്നു. കൊടുവള്ളി ഇൻസ്പെക്ടർ KP അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പണം പിടികൂടിയത്. കർണാടക സ്വദേശികളായ രാഘവേന്ദ്ര, നിജിൻ അഹമ്മദ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ജനം, കോഴിക്കോട്. ഇടുക്കി മൂന്നാറിൽ 1 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിലായി. മൂന്നാർ MG നഗർ സ്വദേശി ആനന്ദ് സിദ്ധനാണ് മൂന്നാർ പോലീസിന്റെ പിടിയിലായത്. വീട്ടിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. കഞ്ചാവ് വിൽപ്പന നടത്തി സ്വരൂപിച്ച 28,820 രൂപയും പോലീസ് കണ്ടെടുത്തു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. മൂന്നാർ MG നഗർ സ്വദേശി ആനന്ദ് സിദ്ധൻ വലിയ അളവിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുവെന്നായിരുന്നു പോലീസിന് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി നിരീക്ഷണത്തിലായിരുന്നു ആനന്ദ് സിദ്ധൻ. കഞ്ചാവ് ചെറിയ പൊതികളാക്കി മൂന്നാറിലെ വിവിധ മേഖലകളിൽ വിൽപ്പന നടത്തുന്നയാളാണ് ആനന്ദ് എന്നാണ് പോലീസ് പറയുന്നത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് വീടിനുള്ളിൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഇയാൾ വെളിപ്പെടുത്തിയത്. മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മൂന്നാർ MG കോളനിയിൽ താമസിക്കുന്ന ആനന്ദ് സിദ്ധൻ എന്നയാളുടെ വീട്ടിൽ പോലീസ് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ സെർച്ച് നടത്തി. അവിടെ നിന്ന് 1 കിലോയും 154 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് പോലീസ് കൂടാതെ ബാക്കി കഞ്ചാവ് വിറ്റ പണം, ഈ തൂക്കാൻ ഉപയോഗിച്ച ത്രാസുകൾ മുതലായ സാധനങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുന്ന പറഞ്ഞ് മാത്രമേ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിൽ 1 കിലോയിലധികം കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. കഞ്ചാവ് വിൽപ്പന നടത്തിയ 28,820 രൂപയും പോലീസ് പിടിച്ചെടുത്തു. തമിഴ്നാട്ടിൽ നിന്നാണ് ആനന്ദ് കഞ്ചാവ് വാങ്ങിയതെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമേ കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്താനാകൂ. ഇടുക്കിയിലെ ടൂറിസം മേഖലകൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗവും വിൽപ്പനയും കൂടുന്നുവെന്നാണ് വിലയിരുത്തൽ. മൂന്നാർ, വാഗമൺ, തേക്കടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ പരിശോധന കർശനമാക്കാനും പോലീസും എക്സൈസും തീരുമാനിച്ചിട്ടുണ്ട്. ജനം, ഇടുക്കി. മാഹി ബൈപ്പാസിലെ ടോൾ ബൂത്ത് ജീവനക്കാർക്ക് മർദ്ദനം. ടോൾ നൽകാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് മർദ്ദനം. 20 അംഗ സംഘം ആക്രമിച്ചെന്ന് ടോൾ ബൂത്ത് ജീവനക്കാർ പരാതി നൽകി. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഒരു വാഹനം ടോളിലൂടെ കടന്നു പോയതിനൊപ്പം ഇതിന് പിന്നാലെ മറ്റൊരു വാഹനം ടോൾ നൽകാതെ കടന്നു പോകാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് ജീവനക്കാർ ചോദ്യം ചെയ്തതോടെ സംഘർഷത്തിലേക്ക് കാര്യങ്ങളെത്തി. തുടക്കത്തിൽ ചെറിയ രീതിയിലുള്ള വാക്കേറ്റമായിരുന്നെങ്കിലും പിന്നീട് അത് വലിയ കയ്യാങ്കളിയിലേക്ക് നീങ്ങി. ഇരുപതോളം പേരടങ്ങുന്ന സംഘം ടോൾ ബൂത്തിലേക്ക് എത്തുകയും ജീവനക്കാരെ മർദ്ദിക്കുകയുമായിരുന്നു. സംഭവത്തിൽ ടോൾ ബൂത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. ജീവനക്കാരുടെ മൊബൈൽ അടിച്ചു തകർക്കുകയും ടോൾ ബൂത്തിലെ കമ്പ്യൂട്ടർ ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ജനം, കണ്ണൂർ. കോഴിക്കോട് നഗരത്തിൽ യാത്രക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം പിടിച്ചു പറിച്ച സംഘത്തിലെ മുഴുവൻ പ്രതികളും പിടിയിലായി. 5 പ്രതികളെ കസബ പോലീസും സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്നാണ് പിടികൂടിയത്. മുഖ്യപ്രതി മുഹമ്മദ് ഷംസീർ നേരത്തെ പിടിയിലായിരുന്നു. കഴിഞ്ഞ മാസം 27, 28 തീയതികളിലും ഈ മാസം 1-ാം തീയതിയുമാണ് നാടിനെ നടുക്കിയ കവർച്ചകൾ നടന്നത്.
കായലം സ്വദേശി രാജു, ചക്കങ്കടവ് സ്വദേശി ഫാസിൽ, കുതിരവട്ടം സ്വദേശി പ്രവീൺ, കായലം സ്വദേശി വിജേഷ്, ചേളന്നൂർ സ്വദേശി സൂരജ് എന്നിവരാണ് പിടിയിലായത്. മുഖ്യപ്രതി ചക്കങ്കടവ് സ്വദേശി മുഹമ്മദ് ഷംസീർ നേരത്തെ പിടിയിലായിരുന്നു. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് സമീപം ബൈക്ക് യാത്രക്കാരനായ ബേപ്പൂർ സ്വദേശിയെയും കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിന് സമീപം പാളയം സ്വദേശിയായ ടൂറിസ്റ്റ് ബസ് ഡ്രൈവറെയും ഷംസീർ അടങ്ങിയ സംഘം കത്തി കാണിച്ച് കുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോണും പണവും പിടിച്ചു പറിക്കുകയായിരുന്നു. കസബ, ഫറൂഖ്, ബേപ്പൂർ, പന്ന്യങ്കര എന്നീ സ്റ്റേഷനുകളിലായി നിരവധി മോഷണ ലഹരി കേസുകളിൽ പ്രതികളാണ് അറസ്റ്റിലായവരെന്ന് പോലീസ് പറഞ്ഞു. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. കൂടുതൽ മോഷണ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. ജനം, കോഴിക്കോട്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ മെല്ലെപ്പോക്ക് തുടർന്ന് അന്വേഷണ സംഘം. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടും സുഹൃത്ത് സുഗാന്തിനെ കണ്ടെത്താനാകാതെ പോലീസ്. ഉദ്യോഗസ്ഥയുടെ മരണം നടന്ന് 1 മാസം പിന്നിടുമ്പോഴും അന്വേഷണ സംഘം ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ തുടക്കം മുതൽ പോലീസ് കാണിച്ച മെല്ലപ്പോക്ക് 1 മാസം പിന്നിടുമ്പോഴും തുടരുകയാണ്. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും കൃത്യത പുലർത്താൻ പോലീസിനായില്ല. പ്രതിയെന്ന് സംശയിക്കുന്ന IB ഉദ്യോഗസ്ഥരുടെ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുഗാന്ത് സുരേഷ് ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. മരണം നടന്ന് ഉടനെ തന്നെ ഒളിവിൽ പോയതാണ് സുഗാന്ത്. ഉദ്യോഗസ്ഥരുടെ മരണത്തിലെ ദുരൂഹതയും സുഗാന്തിന്റെ പങ്കും ഉദ്യോഗസ്ഥരുടെ കുടുംബം നേരത്തെ പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കൃത്യസമയത്ത് സുഗാന്തിനെ കസ്റ്റഡിയിലെടുക്കുവാനോ ചോദ്യം ചെയ്യുവാനോ പോലീസ് തയ്യാറായില്ല. ഇതാണ് സുഗാന്ത് ഒളിവിൽ പോകാൻ കാരണം. കഴിഞ്ഞ ദിവസം ഒളിവിൽ പോയ സുഗാന്തിന്റെ കുടുംബം പോലീസിന് കീഴടങ്ങിയിരുന്നു. എന്നാൽ സുഗാന്ത് എവിടെ എന്നതിന് ഇപ്പോഴും കൃത്യമായ ഉത്തരം പോലീസിന്റെ പക്കലില്ല. ഇതിനിടെ സുഗാന്തിന്റെ ഇടപ്പാള വസതിയിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പതിച്ചു. പഞ്ചായത്ത് അംഗത്തിന്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരം പേട്ട പോലീസാണ് ലുക്കൌട്ട് നോട്ടീസ് പതിച്ചത്. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് മായനാട് ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി യുവാവ് കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. അതേസമയം കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 8 പ്രതികളെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. അതേസമയം പ്രതികളുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഈ ഫലവും ഉടൻ ലഭിക്കും. കോഴിക്കോട് ചേവായൂരിൽ 20 വയസ്സുകാരൻ സൂരജിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രദേശവാസികളായ മനോജ്, മക്കളായ വിജയ്, അജയ് എന്നിവരടക്കം 10 പേരെയാണ് ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ റിമാൻഡിലുള്ള പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമായിരിക്കും തെളിവെടുപ്പടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കുക. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത് 18 പേരാണെന്ന് കണ്ടെത്തി. ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. എന്നാൽ കേസിൽ പ്രതികളായ 8 പേരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രതികളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയെങ്കിലും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതികൾ ഒളിവിലാണെന്നാണ് പുറത്തുവരുന്ന വിവരം. നിലവിൽ അറസ്റ്റിലായ പ്രതികളുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഗൂഢാലോചനയടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ജനം, കോഴിക്കോട്. കോഴിക്കോട് കുട്ടോത്ത് അയൽവാസിയുടെ കുത്തേറ്റ് 3 പേർക്ക് പരിക്ക്. സഹോദരങ്ങളായ ശശി, രമേശൻ എന്നിവർക്കും അയൽവാസി ചന്ദ്രനുമാണ് കുത്തേറ്റത്. പ്രതിയെ വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങളുമായി ദിഷ്ന ചേരുകയാണ്. ദിഷ്ന, ഏത് സാഹചര്യത്തിലാണ് ഈ 3 പേർക്കും കുത്തേറ്റത്? പോലീസ് ഈ ഒരു സംഭവവുമായി എന്ത് വിശദീകരണമാണ്, വ്യക്തതയാണ് നൽകുന്നത്? ഈ അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കുട്ടൂത്ത് സിദ്ധാശ്രമത്തിന് സമീപമാണ് 3 പേർക്ക് പരിക്കേറ്റത്. മലച്ചൽപ്പറമ്പ് ശശി, സഹോദരൻ രമേശൻ, അയൽവാസിയായ ചന്ദ്രൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഷനൂജ് എന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിലൊരു വൈരാഗ്യത്തിലേക്ക് പോയത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യക്തത പോലീസിനും ഇതുവരെ ലഭ്യമായിട്ടില്ല. 3 പേർക്കും വയറിലും നെഞ്ചിലുമാണ് കുത്തേറ്റത്. ചന്ദ്രൻ എന്ന് പറയുന്ന ആൾക്ക് കാലിനും പരിക്കുണ്ട്. ശശിയുടെ പരിക്ക് കുറച്ച് ഗുരുതരമാണ് എന്നൊരു വിവരം തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഈ കുത്തേറ്റ ശശിയും ചന്ദ്രനെയും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും രമേശൻ എന്ന് പറയുന്ന ആളെ മുടക്കല്ലൂരുള്ള ഒരു സ്വകാര്യ
ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട വടകര പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഷനുജി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ വടകര പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇത്തരത്തിൽ ഇവർ തമ്മിൽ എന്തിനാണ് ഇത്തരത്തിലൊരു പ്രശ്നത്തിൽ ഏർപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത പോലീസിന് വരേണ്ടതുണ്ട്. ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഒറ്റപ്പാലത്ത് തുണിക്കടയിൽ ജീവനക്കാരനും യുവാവും തമ്മിൽ ഏറ്റുമുട്ടി. ഭാര്യയ്ക്കൊപ്പം വസ്ത്രം വാങ്ങാൻ പോയ യുവാവ് തുണിക്കടയിലെ ജീവനക്കാരും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഒറ്റപ്പാലം ചുരുങ്ങാട് സ്വദേശി മുഹമ്മദ് മുസ്തഫയ്ക്കും കടയിലെ ജീവനക്കാരനും പരിക്കേറ്റു. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ തലശ്ശേരിയിൽ 1.2 കിലോഗ്രാം കഞ്ചാവും 5 ഗ്രാം MDMAയും പിടികൂടി. തലശ്ശേരി സ്വദേശി റെനിലിന്റെ വീട്ടിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ പ്രതി ഓടി രക്ഷപ്പെട്ടു. റെനിൽ വീട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്താറുണ്ടെന്ന് സഹോദരൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എറണാകുളം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഹെറോയിൻ പിടികൂടി. കുന്നത്തുനാട് പട്ടിമറ്റം ആഞ്ഞലച്ചുവട്ടിൽ ആസാം സ്വദേശിയിൽ നിന്നാണ് 5.25 ഗ്രാം ഹെറോയിൻ പിടികൂടിയത്. ആസാം ജൂറിയ സ്വദേശി ഇനമുൾ ഹക്കാണ് അറസ്റ്റിലായത്. എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദിന്റെ നേതൃത്വത്തിലാണ് ഹെറോയിൻ പിടികൂടിയത്. ഓഫീസർമാരായ മനോജ്, സുഭാഷ്, ശ്യാംകുമാർ, ശ്രീജിത്ത് എന്നിവരും ടീമിലുണ്ടായിരുന്നു. റാപ്പർ വേടനെതിരെയുള്ള പുലിപ്പല്ല് കേസ് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ റിപ്പോർട്ട് നൽകി വനം വകുപ്പ് മേധാവി. വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയത് ചട്ടപ്രകാരമുള്ള നടപടികൾ. പോലീസ് ഹാൻഡ് ഓവർ ചെയ്ത കേസായതിനാലാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നതെന്നും റിപ്പോർട്ട്. റാപ്പർ വേടനെതിരെയുള്ള പുലിപ്പല്ലി കേസ് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ റിപ്പോർട്ട് നൽകി വനം വകുപ്പ് മേധാവി. വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയത് ചട്ടപ്രകാരമുള്ള നടപടികൾ. പോലീസ് ഹാൻഡ് ഓവർ ചെയ്ത കേസായതിനാലാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നതെന്നും റിപ്പോർട്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളുമായി വിവരങ്ങൾ പങ്കുവച്ചതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചത് സർവീസ് ചട്ട ലംഘനമാണ്. പെരുമാറ്റച്ചട്ടം 60, 62, 63 എന്നിവ ഉദ്യോഗസ്ഥർ ലംഘിച്ചു. മാധ്യമങ്ങൾക്ക് നൽകിയ വിവരങ്ങൾ മോശം സന്ദേശത്തിന് വഴിവെച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റാപ്പർ വേടനെതിരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ച നടപടി ആദ്യം വനമന്ത്രി AK ശശീന്ദ്രൻ അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയതെങ്കിലും പിന്നീട് CPMന്റെ നിലപാട് വന്നതിന് പിന്നാലെ ഉദ്യോഗസ്ഥരെ പഴിചാരിക്കൊണ്ടായിരുന്നു പ്രതികരണങ്ങൾ നടത്തിയത്. ഉദ്യോഗസ്ഥർക്കിടയിലുണ്ടായ അതൃപ്തി ആഭ്യന്തര അന്വേഷണത്തിലേക്ക് വരെ കൊണ്ടെത്തിച്ചു. നിലവിൽ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് വനം വകുപ്പ് മേധാവി മന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് വനം മന്ത്രി പരിശോധിച്ചതിനു ശേഷം മാത്രമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. ജനം, തിരുവനന്തപുരം. CPI പ്രാദേശിക നേതാവിന്റെ ശുപാർശയിൽ നടത്തിയ വില്ലേജ് ഓഫീസർമാരുടെ സ്ഥലം മാറ്റ ഉത്തരവ് തിരുത്തി എറണാകുളം EDM. CPI തൃക്കാക്കര മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 2 വില്ലേജ് ഓഫീസർമാർക്ക് സ്ഥലം മാറ്റം നൽകിയത്. ഇത് ജനം TV വാർത്താക്കിയതോടെയാണ് തിരുത്തുണ്ടായത്. ഉത്തരവിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി NGO സംഘ് രംഗത്തെത്തിയിരുന്നു. എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കളക്ടറുടെ പേരിലിറങ്ങിയ ഈ ഉത്തരവാണ് കഴിഞ്ഞ ദിവസം വലിയ വിവാദത്തിന് കാരണമായത്. 2 വില്ലേജ് ഓഫീസർമാർക്ക് CPI തൃക്കാക്കര മണ്ഡലം സെക്രട്ടറി സന്തോഷ് ബാബുവിന്റെ ആവശ്യപ്രകാരം സ്ഥലം മാറ്റം നൽകുന്നുവെന്നാണ് ഉത്തരവിൽ പറഞ്ഞിരുന്നത്. ഇത് വാർത്തയായതോടെ കടുത്ത പ്രതിഷേധവുമായി NGO സംഘ് രംഗത്തെത്തി. ഇതേ തുടർന്നാണ് വിവാദ ഉത്തരവ് ADM തന്നെ തിരുത്തിയത്.
പുതിയ ഉത്തരവിൽ നിന്നും CPI പ്രാദേശിക നേതാവിന്റെ പേരൊഴിവാക്കി. എന്നാൽ ഈ പുതിയ ഉത്തരവ് പുറത്തു പോകരുതെന്ന കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സർക്കാരിന് വലിയ നാണക്കേടാണ് ഇതുണ്ടാക്കിയത്. ഭരണതലത്തിൽ പ്രാദേശിക മേഖലയിൽ പോലും ഇത്ര വലിയ രാഷ്ട്രീയ ഇടപെടൽ നമ്മുടെ സംവിധാനത്തിന് തന്നെ വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നത്. നിഷ്പക്ഷവും നീതിപൂർവവും നടത്തേണ്ട സ്ഥലം മാറ്റം സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് നടത്തിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ NGO സംഘ് വ്യക്തമാക്കിയിരുന്നു. ജനം, കൊച്ചി. ഇടുക്കി കട്ടപ്പന പാറക്കടവിൽ ഏലത്തോട്ടത്തിൽ നിന്നും പച്ച ഏലക്ക മോഷ്ടിച്ച പ്രതിയെ കട്ടപ്പന പോലീസ് പിടികൂടി. മുണ്ടക്കയം കുട്ടിക്കൽ കുന്നേൽപ്പറമ്പിൽ സുബിൻ വിശ്വംഭരനാണ് പിടിയിലായത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് വാലുമേൽ ജോജി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിരുന്ന ഏലത്തോട്ടത്തിൽ നിന്നും സുബിൻ ഏലക്ക പറിക്കുന്നതായി പ്രദേശവാസികൾ കണ്ടത്. തുടർന്ന് ഇവർ കട്ടപ്പന പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഏലച്ചെടിയിൽ നിന്നും ഇയാൾ ശരം ഒടിച്ചെടുക്കുകയായിരുന്നു. 15 കിലോ ഏലക്കയാണ് പിടികൂടിയിരിക്കുന്നത്. സമാന രീതിയിൽ കഞ്ചിയാർ കക്കാട്ടുകടയിൽ നിന്നും ഏലക്ക മോഷ്ടിച്ചതിനെ കഴിഞ്ഞ വർഷം ശിക്ഷ അനുഭവിച്ചയാളാണ് സുബിൻ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കാക്കിയുടെ പുതിയ അധ്യായവുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ് KP.